2018 ZXi ഫുൾ ഓപ്ഷൻ സെലേറിയോ ആണ്. 62,000 നോർമൽ ഓട്ടോ തന്നെയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് 378 ഫുൾ ലോണിൽ കിട്ടുന്നത്. ZXi മാനുവൽ അല്ലേ? അതെ. ഇത് 2011 വണ്ടിയാണ്. പേപ്പർ നമുക്ക് ഇപ്പം ഞാൻ ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞുതരാം. 2011 വണ്ടി പേപ്പർ ഇല്ലാണ്ട് നമുക്ക് 57,000 രൂപ കൊടുക്കാം. എത്ര ചോദ്യം എത്രയാ? ഇത് 2,88 കൊടുക്കാം. 2,88,000 രൂപയ്ക്ക് 2014 സ്പോർട്സ് ഓപ്ഷൻ പുഷ്പട്ടം വരുന്ന ഈ ഒരു i10 ഗ്രാൻഡ് കൊണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല. ആ ഒരു പിന്നെ സ്റ്റീരിയോയിൽ വരുന്ന മാറ്റം. അതെ, ആ ചെറിയ എന്തോ മാറ്റമേ ഉള്ളൂ ആൽഫയായിട്ട്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 60,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ, കാരണം അത്രക്ക് നല്ല വിലപ്പാത്ര കിട്ടുന്ന ഒരു ഷോറൂമാണ് ഞാൻ വന്നിരിക്കുന്നത്. മാർവൽ മോട്ടോഴ്സ് കണ്ണൂരാണ് ലൊക്കേഷൻ. കണ്ണൂർ കൂത്തുപറമ്പിൻ്റെ അടുത്ത് വരും നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബൊലേറോന്റെ വില മാർക്കറ്റ് പൊട്ടിച്ചു അല്ലേ? അതെ, അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടുപോയി. ഓക്കെ, ഒരു വണ്ടിയുമ്പോൾ തന്നെ 300 എൻക്വയറിൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ടല്ലേ കഴിഞ്ഞ ബൊലേറോ? ഓക്കെ, അപ്പോൾ നല്ല പ്രൈസിലാണ് കൊടുത്തോണ്ടുന്നത് വണ്ടികൾ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കണ്ടറിയാം. ഇന്നത്തെ വീഡിയോയിലും നമുക്ക് ആ വിലക്ക് തന്നെ എല്ലാം കൊടുക്കാം. പിന്നെ നല്ല മാക്സിമം ഇത് കൊടുക്കും. എല്ലാ സെഗ്മെന്റും കാണിക്കുന്നുണ്ട് നമ്മളിന്ന്. എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട് അല്ലേ? 7 സീറ്റർ കുറവാണ്, പക്ഷേ നല്ല കോമ്പാക്ട് SUV ഉണ്ട്. 5 സീറ്റർ ആണെങ്കിലും. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ഇത് കറക്റ്റ് എവിടെയായിരുന്നു സ്ഥലം? ഇത് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ കായലോടാണ് ലൊക്കേഷൻ. കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും മാക്സിമം ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വണ്ടിക്ക് ലോൺ കിട്ടുന്ന കാര്യം പറയുമ്പോൾ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലും ട്രാക്കും കൂടെ സിബിൽ സ്കോറും അനുസരിച്ചിരിക്കും കിട്ടുന്നത്. വണ്ടിക്ക് ചിലപ്പോൾ മാക്സിമം കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, പലർക്കും ഉള്ള ഡൗട്ടാണ് വന്നു കഴിഞ്ഞിട്ട് വെറുതെ ഡിലേ ആവുന്നുണ്ട് ആ ലോണിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു തരുന്നത്. എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് ഫോണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം സെലേറിയോ ആണ്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വണ്ടി എല്ലാം ഫിസിക്കലി തന്നെ ചെക്ക് ചെയ്തെടുക്കും. നമ്മൾ ചെക്കപ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഷോറൂമിലേക്ക് വണ്ടി കൊണ്ടുവരുന്നത്. ഇപ്പോൾ പാർക്കിംഗ് സെയിൽ വണ്ടി ആയാലും ഫിസിക്കലി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള വീഡിയോ പറയുള്ളൂ. അതെ, അത് മാത്രം നമ്മൾ അങ്ങനെ മാത്രം ചെയ്യുള്ളൂ. പിന്നെ അത് കൂടാണ്ട് കസ്റ്റമർക്ക് തന്നെ വന്നിട്ട് വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ സർവീസ് സെന്ററിലോ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട ഫെസിലിറ്റി നമ്മൾ അവൈലബിലിറ്റി ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് നിങ്ങൾ ഏത് ഷോറൂമിൽ നിന്ന് പോയി എടുക്കുകയാണെങ്കിലും ചെക്ക് ചെയ്യാം. പിന്നെ ഇവരുടെ സൈഡിൽ ഞാൻ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, കാരണം പിന്നെ പാർക്കിംഗ് സെയിലായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇതൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കസ്റ്റമർക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്താൽ മതി ഏത് വണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ എവിടെ പോയാലും ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യ വാഹനം സെലേറിയോ ആണ്. KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? 2018 ZXi ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ഓടിയുള്ളൂ. വണ്ടി നല്ല വണ്ടി, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. ഓക്കെ, ഇത് 3,78,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി. 2018 ZXi ഫുൾ ഓപ്ഷൻ സെലേറിയോ ആണ്. 62,000 നോർമൽ ഓട്ടോ തന്നെയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് 378 ഫുൾ ലോണിൽ കിട്ടുന്നത്. ZXi മാനുവൽ അല്ലേ? അതെ, ഒരു 14-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. 1 ലിറ്റർ റേഞ്ചിലാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി കാർ അല്ലേ? ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു ഫാമിലി കാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 378 ഫുൾ ലോൺ. ലോൺ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ട്രാക്ക് കൂടെ നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ. അടുത്തത് ടാറ്റ നാനോ KL 12 വയനാട് വണ്ടിയാണ്. അതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 ഓട്ടോമാറ്റിക് നാനോ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് 25,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 25,000. അതെ, ഇത് നമുക്ക് 1,55,000 കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ ടയർ വരെ ആ ഒരു വർഷത്തെ ടയറാണ്. 2015 ടയറാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് തന്നെ നിൽക്കുകയാണ്. ഓട്ടോമാറ്റിക് വാഹനമാണ് അല്ലേ? ഓക്കെ, 1,55,000. 1,55,000. 1,55,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് നാനോ. ഒരു രണ്ടാമതൊരു കാറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എടുക്കാം. ഇനി അഡീഷണൽ ആയിട്ടൊരു കാർ നിങ്ങൾക്ക് ടൗണിലൊക്കെ ഒരു ഉപയോഗത്തിന് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ മൈലേജും കിട്ടും. മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടോ? ലോൺ കിട്ടും. ഏകദേശം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10-15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ക്വിഡാണ്. KL 60 കാഞ്ഞങ്ങാട് വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ RXT വേരിയന്റ് ആണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. സെൻട്രൽ ലോക്കും കാര്യങ്ങളും റിമോട്ട് ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ റീപെയിന്റ് ഉണ്ട് അവിടെ. റീപെയിന്റ്. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. പിന്നെ ക്വിഡാണ്, മൈലേജ് ഉണ്ടാവും.
അതെ അല്ലേ? ഒരു 17-18 മൈലേജ് കിട്ടും. 800 അല്ലേ? 800 രൂപ. ഓക്കെ. എത്രയാ ചോദ്യം? എത്രയാ ഇത് നമ്മൾ 2.5 ചോദിക്കുന്നത്. രണ്ടിനോ അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കാം. ഫൈനൽ പറയാമോ? അതിലൊരു 1.95 കൊടുക്കാം. 1,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2016 RXT ക്വിഡ് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, സിംഗിൾ ഓൺഷിപ്പ് കൊടുക്കുന്നതാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ലോൺ എത്ര കയറും? ലോൺ ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് വാഗണർ KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 ഫുൾ ഓപ്ഷൻ ZXi വാഗണർ 1.2 ലിറ്റർ 1.2. ഓക്കെ. അതെ, ജസ്റ്റ് 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ഷോറൂം കണ്ടീഷനിലെ വെഹിക്കിളാണ്. ടയർ പൊട്ടം തന്നെ. അതെ, ടയർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അന്നത്തെ ഒറിജിനൽ ടയർസ് തന്നെ അല്ലേ? അതെ, മാറിയിട്ടില്ല. അത്രയും ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ 2022 ZXi വാഗണർ ആണ്. 1.2 എന്ന് പറയുമ്പം സാധാരണ ഒരു 14-17 വരെയൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം നമുക്ക്. അത്ര കിട്ടോ? അതെ, ഒരു 15-16 പറയാം എന്തായാലും. ഓക്കെ. 1.2 അല്ലേ? 1.2. ഒരു ക്ലെയിം ഇല്ലാത്ത നല്ലൊരു നീറ്റ് വണ്ടിയാണ്. നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. സർവീസ് ഒക്കെ പക്ക ഉണ്ട്. എത്ര ചോദ്യം? എത്ര ഫുൾ ഓപ്ഷന്? ഇത് നമുക്ക് 5.45 ഫൈനൽ കൊടുക്കാം. ഫൈനൽ 5,45,000 രൂപയാണ് ഫൈനൽ റേറ്റ്. ലോണ് ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ തന്നെ കിട്ടും. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 5,000, 10,000 മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. ഏകദേശം അടുപ്പിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. നിസാൻ കിക്സ് ആണ്. KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2019 നിസാൻ കിക്സ് XL സിംഗിൾ ഓണർഷിപ്പിൽ 34,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 19 വലിയ ഓട്ടം പോയിട്ടില്ല. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. ഓക്കെ. മൈലേജ് എനിക്ക് തോന്നുന്നു 11 to 13 വരെയൊക്കെ i20 മൈലേജ് എല്ലാം റേഞ്ച് പ്രതീക്ഷയാണ്. 11 to 13 റേഞ്ച് കിട്ടുള്ളൂ. അതെ. ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയൊരു ടച്ചപ്പ് ഉണ്ട് അവിടെ ഇവിടെ ലൈറ്റ്, അത് നമ്മൾ ക്ലിയർ ആയി കൊടുക്കും. ജസ്റ്റ് വന്നേ ഉള്ളൂ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ. വലിയ ഓട്ടം പോയിട്ടില്ല. ഇല്ല. പിന്നെ മിഡിൽ ഓപ്ഷൻ ആണ്. ബേസിക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ് അല്ലേ? പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് നല്ല വണ്ടിയാണ്, അടിപൊളിയല്ല? അതെ. പിന്നെ ഓക്കെ. അപ്പോൾ നിസാന്റെ വണ്ടിയാണ്. നിങ്ങളൊരു ടെറാനോ എല്ലാം എടുക്കുന്നുണ്ട്, അതിനേക്കാൾ കുറച്ചും കൂടി മേലെ നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ് ആ കാറ്റഗറിയിൽ. അപ്പോൾ എത്ര ചോദ്യം? ഇത് നമുക്ക് 5.45 33,000 കിലോമീറ്റർ. അതെ, 2019 33,000. 5.45 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതായത് ഒരു i20 ഒക്കെ വില ആവുന്നില്ല. ആ ഒരു റേഞ്ചിൽ തന്നെയുള്ള വണ്ടി കൊണ്ടുപോകാം. ഓക്കെ. അതിനേക്കാൾ മേലെ വരുന്ന വാഹനമാണ്. സൗകര്യങ്ങളെല്ലാം ഹൈറ്റും കോമ്പാക്ട് SUV സെഗ്മെന്റ് അല്ലേ? ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഒരു 5.30-35 ഒക്കെ ലോൺ കയറുന്ന വണ്ടിയാണ്. മേ ബി അതിനെക്കാൾ കൂടുതൽ ട്രാക്ക് പോലെ ഇരിക്കുവേ. നല്ല ട്രാക്കാണ്, നമുക്ക് ഫുൾ ലോൺ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു 5 ലക്ഷം പറയാം. അടുത്ത ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് സെഡാനാണ്. കണ്ണൂർ രജിസ്ട്രേഷൻ വരുന്ന ഹോണ്ടയുടെ അമേസ്. ഇപ്പം ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2023 ഹോണ്ട അമേസ് SCVT. മിഡിൽ ഓപ്ഷൻ CVT ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പെട്രോൾ CVT ഓട്ടോമാറ്റിക്. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ബേസിക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, വാഹനത്തിൽ വരും. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. റീപെയിന്റ് ഉണ്ട് ചെറിയ. ബാക്കിലത്തെ ഇതിനെടുത്ത് കോട്ടൺ പാനലെടുത്ത്. ഓക്കെ. ടച്ചപ്പ് കയറിയിട്ടുണ്ട്. 23 മോഡലാണ്. ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഓൾമോസ്റ്റ് മാർച്ച് 20 വരെ വാറണ്ടി ഉണ്ട്. 26 മാർച്ച് 20 വരെ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കമ്പനി തന്നെ. ഓക്കെ. CVT ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10, 13, 14 വരെയൊക്കെ മാക്സിമം കണ്ടാൽ മതി. പെർഫോമൻസ് ആണ് കൂടുതൽ. പെർഫോമൻസ് ആ ഒരു സുഖമാണ്, ഡ്രൈവിൻ്റെ സുഖമാണ് കൂടുതൽ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് വണ്ടി നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എത്ര? 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000. ഓക്കെ. വലിയ ഓട്ടം പോയിട്ടില്ല. ഇത് 6.80 കൊടുക്കാം നമുക്ക്. 6,80,000 രൂപയ്ക്ക് CVT ഓട്ടോമാറ്റിക് അമേസ് S ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. 2023 ഇപ്പം നിലവിൽ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. അന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു 10 ഏകദേശം. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. വലിയ ഓട്ടം പോയിട്ടില്ല. ലോൺ എത്ര കിട്ടും? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 6.70 ലോണ് വാല്യൂഷൻ വന്നു. അതെ. അപ്പോൾ ഒന്നുമില്ല ചെയ്യുന്നില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ക്വിഡാണ് KL 14 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 RXL വേരിയൻ്റ് ആണ്. മിഡിൽ ഓപ്ഷൻ 17. സെക്കൻഡ് ഓണർഷിപ്പിൽ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി.
ലോ കിലോമീറ്റർ ആണ്, കിലോമീറ്റർ ആണ്. പക്ഷെ അത് നമുക്ക് ഉറപ്പിക്കാവോ? കാരണം അതിൻ്റെ ആ ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എന്താണ് വിളിക്കാം. 1 ലിറ്റർ വരെ ഇത്? അതെ, ഇത് 1 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. എങ്ങനെ പോയാലും ഒരു 16-19 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ കുഴപ്പമില്ലാത്ത ടയർ ഭാഗമുണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി. 2017 മോഡൽ 1 ലിറ്റർ RXL അല്ലേ മിഡിൽ ഓപ്ഷൻ. എത്ര ചോദ്യം? ഇത് 248 കൊടുക്കാം. 248 ഫുൾ ഓൺ വണ്ടി അല്ലേ? ഫുൾ ഓൺ. അതെ. ഓക്കെ, അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എടുത്തോ. അടുത്ത സെക്കൻഡ് ഓണർഷിപ്പ് ആയത് തന്നെ പിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ അച്ഛൻ്റെ പേരിൽ നിന്ന് മകൻ്റെ പേരിലേക്ക് മാറിയതാണ്. ഓക്കെ, അങ്ങനെ മാറിയതാണ്. അടുത്ത വണ്ടിയിലേക്ക് പോളോ KL 13 വണ്ടി അല്ലേ? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 കംഫർട്ട് ലൈൻ ഡീസലാണ്, TDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടി. 14 1.2. അതെ, 1.2 TDI. ഓക്കെ, മൈലേജ് ഉണ്ടാവേ 18, 20, 21 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ വണ്ടി. കിലോമീറ്റർ കുറവാണ്, സിംഗിൾ ഓണർഷിപ്പുമാണ്. അതെ, പ്രോപ്പർ സർവീസ്, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല, നല്ല വണ്ടി. കംഫർട്ട് ലൈൻ എന്ന് പറയുമ്പോൾ AC പോർഷറി, ഫോർഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, എല്ലാം പക്ക സർവീസാണ് വണ്ടി. നീറ്റ് വണ്ടിയാണല്ലേ? അതെ. ഓക്കെ, അപ്പോൾ 2014 ഡീസൽ പോളോ തപ്പുന്നുണ്ടെങ്കിൽ എടുക്കാം. എത്രയാ ചോദ്യം? 390 ചോദിക്കുന്നത്. ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും വണ്ടിയാണ്. 14 കംഫർട്ട് ലൈൻ ഡീസൽ. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. പെർഫോമൻസും മൈലേജും കൂടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി. ലോൺ എത്ര കയറും? 3-3.5 വരെ. ലോണ് 2014 ആയതുകൊണ്ട് ടെന്യൂർ കുറവായിരിക്കും. നമുക്കൊരു 3.25-3.5 ഉള്ളിലായിട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിലായിട്ട് എത്ര വർഷം കിട്ടും? 2 വർഷം കിട്ടും. ഒരു 3 വർഷത്തേക്ക് നമുക്ക് മാക്സിമം 3 വർഷം. അതെ. അടുത്തത് ആ ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയ ഫാമിലി പേർപ്പസിന് പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അതും അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു സ്റ്റാർ ആണ്. KL 52 വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 പുതിയ പേപ്പർ എടുത്ത് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 80,000 കിലോമീറ്റർ. 11 പുതിയ പേപ്പറിലാണ് തരുന്നത്. നല്ല ടയർ ഭാഗമുണ്ട് ഫ്രണ്ടില്, പുറകിൽ ആവറേജ് ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇതിന് വേറെ ക്ലെയിം ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ, മൈലേജ് ഒരു 15-16 വരെയൊക്കെ കിട്ടും. ഓക്കെ, എത്രയായിട്ട് ചോദ്യം? എത്ര ഇപ്പോൾ? ഇത് 1.48 നമുക്ക് പുതിയ പേപ്പറിൽ കൊടുക്കാൻ പറ്റും. 5 വർഷം പുതിയ പേപ്പറിൽ 1,48,000 രൂപയ്ക്ക് 2011 മോഡൽ സ്റ്റാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു ഫാമിലി പർപ്പസിന് പറ്റിയ നല്ല വണ്ടി അല്ലേ? ലോൺ കിട്ടുമോ സ്റ്റാറിന്? ലോൺ കിട്ടൂല, മോഡലിലെ വഴക്കമുണ്ട്. പിന്നെ ചെറിയ എമൗണ്ടാണ്, ലോൺ ഇട്ടാലും നഷ്ടമായിരിക്കും. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു കണ്ണൂർ വണ്ടി തന്നെ. KL 13 i10 ഗ്രാൻഡ് ആണ്. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2014 ഗ്രാൻഡ് i10 സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അന്ന് പുഷ്പട്ടം വരുന്നുണ്ട്, അതിന് ശേഷം പിന്നെ വരില്ല. ഓക്കെ, പുഷ്പട്ടം വരുന്ന വണ്ടിയാണ്. ഓട്ടം 80,000. ക്ലെയിമും കാര്യങ്ങളൊക്കെ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. പിന്നെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം തന്നെ. 13-16 ഒക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര ചോദ്യം? എത്രയാ ഇത്? 2.88 കൊടുക്കാം. 2,88,000 രൂപയ്ക്ക് 2014 സ്പോർട്സ് ഓപ്ഷൻ പുഷ്പട്ടം വരുന്ന ഈ ഒരു i10 ഗ്രാൻഡ് കൊണ്ടോ സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനമാണ്. ലോൺ 2 ലക്ഷം അല്ല 2.5 വരെ കിട്ടൂല. ലോൺ കിട്ടും. 14 ആയതുകൊണ്ട് ടെന്യൂർ കുറവായിരിക്കും. 3 വർഷം വരെ കിട്ടൂല. 3 വർഷം വരെ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു ബീറ്റാണ്. ഒരു കിടിലം പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത്. KL 20 രജിസ്ട്രേഷൻ വാഹനം. ബീറ്റിന്റെ ഐക്കോണിക് കളർ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 വണ്ടിയാണ്. പേപ്പർ നമുക്ക് ഇപ്പം ഞാൻ ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞുതരാം. 2011 വണ്ടി പേപ്പർ ഇല്ലാണ്ട് നമുക്ക് 57,000 രൂപ കൊടുക്കാം. പേപ്പർ ഇല്ലാണ്ട്? അതെ, പേപ്പർ എടുക്കുക അവർക്കൊരു 13,000 രൂപയുടെ ചെലവ് മാത്രമേ വരുള്ളൂ. കാരണം പെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഈ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് 13,000 രൂപക്ക് നമുക്ക് പേപ്പർ എടുത്തിട്ട് തന്നെ അഡീഷണൽ വരും ആ ചാർജ്. 57,000 രൂപയ്ക്ക് നല്ല കണ്ടീഷനിലെ ബീറ്റ്. പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 70,000 അല്ലേ? ഓക്കെ, മൊത്തം കോസ്റ്റ് 70,000. 2011 മോഡലാണ്. ബീറ്റ് പെട്രോൾ ആണ്. മൈലേജ് ഒരു 12-13 ആ റേഞ്ച് കണ്ടാൽ മതി. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ബമ്പറിന്റെ അടുത്ത് ചെറിയ ബമ്പർ കോർണറിന്റെ അടുത്ത് ചെറിയ ഇതുണ്ട്. ഏതാ ഓപ്ഷൻ? ഏതാ? ഫുള്ളിന്റെ താഴെ? ഇത് ഫുള്ളിന്റെ താഴെ. ഓക്കെ, ഡിഫോർ വൈപ്പർ അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. പവർ വിൻഡോസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നല്ലൊരു ബീറ്റ് തപ്പി നടക്കണ്ടേ? പ്രത്യേകിച്ച് പെട്രോൾ ആകുമ്പോൾ എന്താ വെച്ചാൽ ആ ക്യൂട്ട് ലുക്കും കിട്ടും. നമുക്ക് വേറെ ടെൻഷൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. ഡീസൽ പോലെ അല്ലേ?
5 മാസം കഴിഞ്ഞാലേ പേപ്പർ എടുക്കണ്ടുള്ളൂ. 5 മാസം വരെ ഉപയോഗിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 57 ചോദ്യം. പേപ്പർ എടുക്കുന്നുണ്ട്, ഒരു 13,000 കൂടി അഡീഷണൽ വേണ്ടി വരും. അങ്ങനെ മൊത്തം 70,000 രൂപ കണക്കാക്കിയാൽ മതി. 5 വർഷത്തെ പേപ്പറിൽ അടിപൊളി ഒരു ബീറ്റ് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും i10 ഗ്രാൻഡ് KL 13 വണ്ടി തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 ഗ്രാൻഡ് i10 സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയ നല്ല വണ്ടി. ഓക്കെ, ഇതിലേക്ക് വരുമ്പോൾ സ്പോർട്സിൽ പുഷ്പട്ടം വരില്ല. പക്ഷെ പഴയ നേരത്തെ കണ്ട 14 പുഷ്പട്ടം ഉണ്ടായിരുന്നു. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, ഫോളോ പവർ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ 19 മോഡലാണ് സ്പോർട്സ്, സെക്കൻഡ് ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയ നല്ല ഒരു ക്ലെയിമും ഇല്ല. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വണ്ടി. മൈലേജ് 12-16 ആ റേഞ്ച് ഏകദേശം കിട്ടും. എത്രയാണ് ചോദ്യം? ഇത് നമുക്ക് 4,400 കൊടുക്കാം. 4,25,000. 19 സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. വലിയ ഓട്ടം പോയിട്ടില്ല. ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ട് അല്ലേ? കേട്ടില്ല, സർവീസ് എല്ലാം പ്രോപ്പർ ഉണ്ട്, എല്ലാം പ്രോപ്പർ സർവീസ്. ഒരു 3.25 വരെയൊക്കെ ലോൺ കിട്ടും. 3.25-4 അടുപ്പിച്ചിട്ട് നമുക്ക് ലോൺ കൊടുക്കാം. ഓക്കെ, അടുത്ത 7 സീറ്റർ വന്നു. എർട്ടിഗ KL 13 വണ്ടി തന്നെയാണ്. കൂടുതലും കണ്ണൂർ വണ്ടി തന്നെ അല്ലേ കാണുന്നത്? ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 സിംഗിൾ ഓണർഷിപ്പ് LDI ബേസ് ഓപ്ഷൻ ആണ്. ഡീസൽ 2013 വണ്ടി. ഓക്കെ, പവർ വിൻഡോസ് ഉണ്ടാവില്ലല്ലോ? ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിൽ 2 വിൻഡോസ്. പക്ഷേ മൈലേജ് ഉണ്ടാവും 18-19 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, ഓട്ടം നല്ല ഉണ്ടാവില്ല. എത്ര? 1.18 അത്ര വീട്ടിൽ 1.18. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യമായിരുന്നില്ല. ചെറിയ റീപെയിന്റ് ഉണ്ട് അവിടെ. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയർ ഭാഗം ഉണ്ട് കേട്ടോ. പിന്നെ എത്രയാ ചോദ്യം? ഇത് 3.45 കൊടുക്കാം നമുക്ക്. ഫൈനലാണ്. ഓക്കെ, 2013 LDI ആണ്. ഡീസൽ എർട്ടിഗ. അത് മാത്രമല്ല വലിയൊരു ഓട്ടം പോയിട്ടില്ല ആ വർഷം വെച്ച് നോക്കുമ്പോൾ. 1 സംതിങ് ഓടിയിട്ടുള്ളൂ, 1.11. ഓക്കെ, അപ്പോൾ ലോണ് ചാൻസ് ഉണ്ടോ? 13 ലോണ് ഒരു 2 വർഷം വരെയെല്ലാം നമുക്ക് 1.5 വർഷം വരെയെല്ലാം 2 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ഡൗൺ പേയ്മെന്റ്. നിലവിൽ ബാക്കിയെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. വണ്ടി ഇന്റീരിയർ ആണെങ്കിലും എല്ലാം കണ്ടീഷൻ ഓക്കെ ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇതാ ഒരു ചുവപ്പ് ബലേനോ KL 11 ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2017 സീറ്റ. ടോപ്പിന്റെ തൊട്ട് താഴെ, ആൽഫാന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷേ സീറ്റിൽ തന്നെ ഇപ്പോൾ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ടാവില്ല. ആ ഒരു പിന്നെ സ്റ്റീരിയോയിൽ വരുന്ന മാറ്റം, ആ ചെറിയ എന്തോ മാറ്റമേ ഉള്ളൂ ആൽഫയായിട്ട്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 2 ഡോർ, ബാക്കിലത്തെ 2 ഡോർ, 2 സൈഡിൽ ഒരേ സൈഡിൽ ഡോർ റീപ്ലേസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് ഒരേ ഡോർ. അത് ഗ്ലാസ് മാറിയിട്ടുണ്ടോ അതോ ഡോർ മാത്രമാണോ? ഇല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. ആക്സിഡന്റിൽ മാറിയതല്ല, കംപ്ലീറ്റ്. അതായത് വലിയ അടിയൊന്നും സംഭവിച്ചിട്ട് മാറിയല്ല. എന്തെങ്കിലും കുത്തി വരച്ചിട്ടൊക്കെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തെടുത്താൽ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽ കിട്ടും. കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്ത സംഭവം. കമ്പനി ഹിസ്റ്ററിയിലും ഡീറ്റെയിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗ്ലാസ് ഒക്കെ മാറും. കാരണം ഇടിച്ച് ശരിക്കും പില്ലറിലൊക്കെ കിട്ടി മാറുകയാണെങ്കിൽ വേറെ വർക്കൊന്നുമില്ല. അതുപോലെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? എത്രയുണ്ട്? ഇത് 4,85. 4,85,000 രൂപയ്ക്ക് 2017 സീറ്റ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് ഷേപ്പാണ്. പിന്നെ ബലേനോ മൈലേജ് ഒരു 13-16 റേഞ്ച് ഒക്കെ ഇപ്പൊ നിലവിൽ 15.5 ആവറേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാ ഒരു ഫുൾ ലോൺ അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ടിയാഗോ ആണ്. KL 86 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 1 lakh ഓടി. 21 വണ്ടി. പിന്നെ 86 എന്ന് പറയുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നില്ല. ബമ്പർ മാറിയിട്ടുണ്ട്. ചെറിയ ബമ്പറിന്റെ അടുത്ത് ചെറിയ ബമ്പർ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാറാനുണ്ട്. അതായത് മാറേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ നിലവിൽ മാറിയിട്ടില്ല എന്തായാലും. ഓക്കെ, 21 മോഡൽ 1 lakh ഓട്ടം പോയി. ഓട്ടം എത്ര? ഏതാ ഓപ്ഷൻ? ഏതാ? ഇത് ബേസ് മോഡലാണ്. ബേസ് ആണ്. ഓക്കെ, ബേസ് ഓപ്ഷൻ ടിയാഗോ ആണ്. എത്ര ചോദ്യം? ഇത് 2,90 കൊടുക്കാം. ഒരു 50,000 ക്യാഷ് ബാക്ക് അടക്കം വരുന്ന വണ്ടിയാണ്. 21 മോഡൽ ടിയാഗോ ആണ്. 2,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോണ് വിത്ത് ക്യാഷ് ബാക്ക്. താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. കോൺടാക്ട് നമ്പർ. അപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റോക്ക് ഇന്ന് കാണിച്ച ഈ സ്റ്റോക്ക് മാത്രമല്ല വേറെ വണ്ടികളുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്തായാലും നിർത്താണ്. ഇത്രയും സ്റ്റോക്ക് ഇപ്പം നിലവിൽ റെഡി ആയിട്ടുള്ളൂ അല്ലേ? ബാക്കി ഇനി കുറേ ബുക്കിങ്ങിലുണ്ട്, പിന്നെ വരാനുണ്ട്. പിന്നെ ഒരു 10 വണ്ടികൾ നമ്മൾ പുറത്ത് ചെറിയ RF കാര്യങ്ങളിലായിട്ട് RF നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. മാർവൽ മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ തന്നെ പോരട്ടെ. എന്താണ് വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായം, വണ്ടികളുടെ വിലകളൊക്കെ എങ്ങനെയുണ്ട്, ഇവരുടെ മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാ കമൻസും രേഖപ്പെടുത്തുക.
അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.